അദ്ദേഹം ഇപ്പോൾ ഷിയാബുദ്ദീനുള്ള സമയത്ത് മന്ത്രിയായിരുന്ന ടൈമാണ്. അപ്പോൾ എപ്പോഴും പാണക്കാട് വരുമായിരുന്നു. ആ സന്ദർഭങ്ങളിലൊക്കെ നേരിട്ട് കാണുകയും ചെയ്യും. അല്ലാത്ത സന്ദർഭങ്ങളിൽ ഞങ്ങൾ മറ്റ് പരിപാടികളിലൊക്കെ ഒരുമിച്ച് ഉണ്ടാകാറുണ്ട്. പിന്നെ ഏറ്റവും നല്ല ജനപ്രിയനായിട്ടുള്ള ഒരു ജനപ്രതിനിധി എന്നുള്ള അദ്ദേഹം അറിയപ്പെടുന്നതാണ്. ഞാൻ ഇപ്പോൾ കഴിഞ്ഞ അദ്ദേഹം ഇപ്പോൾ സ്പീക്കർ പദവി ഏറ്റെടുക്കുന്നതിൻ്റെ 2 ആഴ്ച മുമ്പ് ഞാൻ വിളിച്ചിരുന്നു. നമ്മുടെ ഇവിടെയുള്ള ഒരാൾ നമ്മുടെ പാലസ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ മരണം കോട്ടയത്ത് വെച്ച് പെട്ടെന്ന് ഒരു കുട്ടി അവിടെ സ്വിമ്മിംഗ് പൂളിൽ വെച്ച് മരണപ്പെട്ടു, മുങ്ങി വെച്ചു. അപ്പോൾ കോട്ടയത്താണെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഓർമ്മ വന്നത് അദ്ദേഹത്തിൻ്റെ പേരാണ്. അപ്പോൾ അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം രാത്രിയാണ് ഞാൻ വിളിക്കുന്നത്. രാത്രിയും പകലൊക്കെ അദ്ദേഹം അവിടെ തന്നെ നിന്നുകൊണ്ട് ആ കാര്യത്തിലല്ല എന്താണോ വേണ്ടത് വളരെ എന്താ ചെയ്യേണ്ടതെല്ലാം അദ്ദേഹം ചെയ്തു കൊടുക്കുകയുണ്ടായി. ഒരു MLA, അന്ന് MLA ആണ്, സ്പീക്കർ ആയിട്ടില്ല. ആ നിലക്ക് അദ്ദേഹം ചെയ്തു കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞത് ഏറ്റവും നല്ലൊരു ജനസേവകൻ എന്നുള്ള ആൾക്ക് തന്നെ പേരെടുത്തിട്ടുള്ള ആളാണ്. ഇന്നിപ്പോൾ സ്പീക്കർ എന്നുള്ള നിലക്കും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ്. എല്ലാത്തിലുള്ള ആശംസകളും നേരുന്നത്. സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഇപ്പോൾ 1 മാസം പിന്നീടാണല്ലോ. എങ്ങനെയുണ്ട് സർക്കാർ പ്രവർത്തനങ്ങൾക്ക് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അതിപ്പോൾ ആരോടുള്ള ചോദ്യമാണ്. സർക്കാർ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ജനങ്ങളെല്ലാം 10 വർഷം കൊണ്ട് കാത്തിരുന്ന ഒരു സർക്കാരാണ്. അപ്പോൾ ആ കാത്തിരിപ്പ് വ്യർത്ഥമല്ല എന്ന് തെളിയിച്ചുകൊണ്ടാണ് ഇപ്പോൾ കഴിഞ്ഞ 1 മാസം ഗവൺമെൻറ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഇനിയും അങ്ങനെ തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ ഓരോ നടപടിയും ഉണ്ടാവുക എന്ന് തന്നെയാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഓരോരോ കാര്യങ്ങൾ. പാർട്ടിയുമായി ആലോചിച്ച് തന്നെയാണ് അവരെല്ലാം കാര്യങ്ങളും ചെയ്യുന്നത്. ആ നിലക്ക് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോവുക. വീര്യം കുറഞ്ഞ മദ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ആശങ്ക തങ്ങളുടെ ലേഖനത്തിൽ പങ്കുവച്ചിരുന്നല്ലോ. അത് ഇപ്പോഴും അതുമായിട്ട് മുന്നോട്ട് പോവുകയാണ് സർക്കാർ. നികുതിയുള്ള കാര്യങ്ങൾ കഴിഞ്ഞു. സർക്കാരിൻ്റെ അഭിപ്രായം സർക്കാർ പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി വളരെ വ്യക്തമായിട്ട് തന്നെ നിയമസഭയിൽ ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് സർക്കാരിൻ്റെ അഭിപ്രായം. പിന്നെ UDF പിന്നെ ആ കാര്യത്തിൽ UDFിനെയാണ് ഇപ്പോൾ ഏൽപ്പിച്ചത്. ഇന്നലെ അങ്ങനെ തീരുമാനമുണ്ട്. CM തന്നെ പറയുകയുണ്ടായി. UDF ചർച്ച ചെയ്തിട്ടാണ് UDF ആയിരിക്കും വലിയ തീരുമാനം എടുക്കുക. പാർട്ടിയുടെ തീരുമാനം UDFനെ അറിയിക്കും. അതനുസരിച്ചുള്ള തീരുമാനമായിരിക്കും അവിടെ ഉണ്ടാവുക. അതിൽ ഒരു വിഷമത്തിൻ്റെ ആവശ്യമില്ല. PMC ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊരു ഇപ്പോഴും ജനങ്ങൾക്ക് ആശങ്കയുണ്ട്. ആ തരത്തിൽ UDF പറയുന്നതാണല്ലോ. PMCയുടെ കാര്യത്തിൽ ഒരു ഉപസമിതിയെ ഗവൺമെൻറ് നിയോഗിച്ചിട്ടുണ്ട്. ആ ഉപസമിതി കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് വ്യക്തമായിട്ടുള്ളൊരു തീരുമാനം ഉണ്ടാവും. ജനങ്ങളുടെ ആശങ്ക പരിഹരിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും മുന്നോട്ട് പോവുക. കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യമാണല്ലോ. വിദ്യാഭ്യാസ കാര്യത്തിൽ കേരളത്തിലൊരു നയമുണ്ട്, ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം അനുസരിച്ച് തന്നെ ആയിരിക്കും ഇനിയും നമ്മുടെ കുട്ടികൾ പഠിക്കുക. അതിനപ്പുറത്ത് മറ്റൊരു തീരുമാനം ഉണ്ടാവുകയില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കമ്മീഷനായിട്ട് ശേഷാദ്രിനാഥ് എന്ന് പറയുന്ന ഒരു അഭിഭാഷകനെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു വിവാദമുണ്ട്. സംഘപരിവാർ പശ്ചാത്തലമുള്ള വ്യക്തിയാണ്. മുസ്ലിം ലീഗ് അതിനെതിരെ നിലപാട് സ്വീകരിക്കുന്നവർ എങ്ങനെയാണ് അദ്ദേഹത്തെ പിന്തുണക്കാൻ നിയമിക്കുക എന്നൊരു ചോദ്യമാണ്. അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ സർക്കാർ എല്ലാ കാര്യങ്ങളും പരിശോധിച്ചിട്ടാണല്ലോ. ഒരാളിപ്പോൾ എന്താണ് ഏതാണ് എന്നിപ്പോൾ നമുക്കങ്ങനെ വിലയിരുത്താൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് അത് നോക്കിയിട്ടാണ് നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റുക. ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലക്ക് സർക്കാർ അദ്ദേഹത്തെ നിയോഗിച്ചു. ഇനി വരെ വീഴ്ചയുണ്ടെങ്കിൽ സർക്കാർ അദ്ദേഹത്തെ മാറ്റാമല്ലോ. അത്രയല്ലേ ഉള്ളൂ. അതല്ലാതെ ഇപ്പോൾ തന്നെ നമ്മളതിൽ ഒരു മുൻവിധിയോടെ കാര്യങ്ങൾ കാണേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാം. അതോടൊപ്പം ഈ സംസ്ഥാനത്തിൻ്റെ തന്നെ വികസന കുതിപ്പിൽ വലിയ പ്രതീക്ഷയായിരുന്നല്ലോ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഓഹരി നിക്ഷേപവുമായി ബന്ധപ്പെട്ട് അദാനി ഗ്രൂപ്പ് ചില സ്വകാര്യ കമ്പനികൾക്ക് കൂടുതൽ ഓഹരി കൊടുക്കുന്ന രീതിയിലുള്ള പ്രചാരണം ഉൾപ്പെടെയുണ്ട്. അപ്പോൾ ഈ UDFിനെതിരെ വലിയ വിമർശനമുണ്ട് കാര്യത്തിൽ. അദാനിക്ക് തീരെഴുതി കൊടുക്കുന്ന ഇത്തരം കാര്യങ്ങളാണ്. അത് അന്തിമമായിട്ട് തീരുമാനമൊന്നും ആയിട്ടില്ല. അദാനി ഗ്രൂപ്പ് അവർ ഒരു ബിസിനസ് ഗ്രൂപ്പാണല്ലോ. ആ നിലയ്ക്ക് അവരുടെ അഭിപ്രായങ്ങളോ മറ്റോ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഗവൺമെൻറ്റാണല്ലോ അന്തിമമായിട്ട് തീരുമാനിക്കേണ്ടത്. ഗവൺമെൻറ് ഉണ്ട്. അത് ഇനിയും ഗവൺമെൻറ് ആ കാര്യത്തിൽ വ്യക്തമായ രീതിയിൽ പരിശോധിച്ചിട്ട് അതിലൊരു നടപടിയിലേക്ക് ഉണ്ടാവുകയാണ്. ലീഗിലെ വിയോജിപ്പ് അറിയിച്ചിട്ട് മന്ത്രിസഭയിൽ ഭൂരിപക്ഷ തീരുമാനം അംഗീകരിക്കുകയാണ് ചെയ്തതെന്നാണ് അദ്ദേഹം ഡൽഹി പറഞ്ഞത്. അപ്പോൾ ലീഗിന് ആവശ്യത്തിൽ ശക്തമായ നിലപാടുകളാണ്. വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാൻ പാടില്ല എന്നുള്ളത് തന്നെ. ലീഗിനെ സംബന്ധിച്ചിടത്തോളം 2 മദ്യം വിൽക്കാൻ പാടില്ല എന്നുള്ളതിനാണ്. വീര്യം കുറഞ്ഞ വീര്യം കുറയാത്തതൊക്കെ സെയിമാണ്. പക്ഷേ ഗവൺമെൻറ്റിൻ്റെതായിട്ടുള്ള ചില നയങ്ങളൊക്കെ ഉണ്ടാവും. അതിൽ മുസ്ലിം ലീഗിൻ്റെ അഭിപ്രായം അറിയിക്കും.
പിന്നെ ആ കാര്യത്തിൽ ഇനിയും ആലോചിച്ചിട്ട് തീരുമാനം എടുക്കുകയുള്ളൂ എന്നും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൽ പല സംഘടനകളൊക്കെ എതിർപ്പുമായിട്ട് രംഗത്ത് വന്നിരുന്നു, പ്രത്യേകിച്ച് മുസ്ലിം സംഘടനകളൊക്കെ. അതൊരു പ്രശ്നമായിട്ട് കാണുന്നില്ല. അല്ല, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ അതന്നെയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.